വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. റേഷൻ കാർഡിൽ നിന്നും പുറത്തായത് ലക്ഷക്കണക്കിന് ഉപഭോക്താക്കൾ. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ റേഷൻ മസ്റ്ററിംഗ് നടത്താത്ത 9 ലക്ഷം പേർ റേഷൻ കാർഡിന് പുറത്ത്. ഈ മാസം മുതൽ റേഷൻ വിതരണം മസ്റ്ററിംഗ് നടത്തിയവർക്ക് മാത്രമായി ചുരുക്കിയതിനാൽ ഉപഭോക്താക്കൾ ആശങ്കയിലാണ്. സംസ്ഥാനത്ത് 1.51 കോടി റേഷൻ ഉപഭോക്താക്കൾ ഉള്ളതിൽ 11 ലക്ഷം പേർ മസ്റ്ററിംഗിന് ശേഷം കാർഡിൽ ഉൾപ്പെട്ടിരുന്നില്ല. ഇതിൽ 2 ലക്ഷം പേരുടെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 9 ലക്ഷം ഉപഭോക്താക്കൾ ഇപ്പോഴും പുറത്താണ്. കിം അപേക്ഷ 12 വരെ നീട്ടി. എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള തീയതി 12 വൈകിട്ട് 5 വരെ നീട്ടി. വിശദ വിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനം www.cee.kerala.gov.in വെബ്സൈറ്റിൽ. രാവിലെ 10 മുതൽ വൈകിട്ട് 3 വരെ അതീവ ജാഗ്രത. ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തിയതിനാൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് ശേഷം 3 വരെ നേരിട്ട് വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. വെയിലത്ത് ജോലി ചെയ്യുന്നവരും ചർമ്മ നേത്ര രോഗങ്ങളോ ക്യാൻസർ പോലെ ഗുരുതര രോഗങ്ങളോ ഉള്ളവരും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരും പ്രത്യേക ജാഗ്രത പാലിക്കണം. ഉയർന്ന തോതിൽ തുടർച്ചയായി അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യതാപം ഉൾപ്പെടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാരമായ പൊള്ളലിനും കാരണമാകും. പകൽ പുറത്തിറങ്ങുമ്പോൾ തൊപ്പി, കുട, സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കണം. ശരീരം മറയുന്ന കോട്ടൺ വസ്ത്രങ്ങളാണ് ഉചിതം. അജൈവ മാലിന്യ ശേഖരണത്തിന് പ്രത്യേക സംവിധാനം. ട്യൂബ് ലൈറ്റ്, CFL, പ്രിന്റർ, CPU, കീബോർഡ്, റിമോട്ട് എന്നിവ ഉൾപ്പെടെയുള്ള ഈ മാലിന്യം, തെർമോകോൾ, പഴയ മെത്തകൾ, തലയണ തുടങ്ങിയവ ശേഖരിക്കാൻ 17 മുതൽ 21 വരെയുള്ള തീയതികളിൽ കോർപ്പറേഷൻ പ്രത്യേക ശേഖരണ സംവിധാനം ഒരുക്കുന്നു. രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 വരെയാണ് പാഴ്വസ്തുക്കൾ ശേഖരിക്കുക. മാലിന്യം തരംതിരിച്ചെത്തിക്കണമെന്നും യൂസർ ഫീ കാർഡ് കൊണ്ടുവരണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ലഹരിക്കടത്ത്, മുഖ്യ സൂത്രധാരൻ വിദേശി അറസ്റ്റിൽ. ഒമാനിൽ നിന്ന് എയർ കാർഗോ വഴി എത്തിച്ച് വീട്ടിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 1.5 കിലോഗ്രാം MDMA പോലീസ് പിടികൂടി. ലഹരി കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡിലുള്ള കൊണ്ടോട്ടി മുക്കോട് മുള്ളൻമടക്കൽ P ആഷിഖിന്റെ വീട്ടിൽ നിന്നാണ് MDMA പിടിച്ചെടുത്തത്. 1.59 കിലോഗ്രാം ലഹരി മരുന്ന് 42 കവറുകളിലാണ് സൂക്ഷിച്ചിരുന്നത്. ഇത്രയധികം അളവിൽ MDMA പിടികൂടുന്നത് സംസ്ഥാനത്ത് അപൂർവമാണ്. ഫെബ്രുവരി 23 ഒമാനിൽ നിന്ന് എയർ കാർഗോവായി ചെന്നൈ വിമാനത്താവളത്തിലേക്ക് അയച്ചതായാണ് പ്രാഥമിക കണ്ടെത്തൽ. ഇതുകൂടാതെ വയനാട് വഴി MDMA കടത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളെന്ന് പോലീസ് കരുതുന്ന ടാൻസാനിയ പൗരൻ അറസ്റ്റിൽ. ബംഗളൂരുവിൽ BCA വിദ്യാർത്ഥിയായ പ്രിൻസ് സാംസൺ ആണ് ബത്തേരി പോലീസിന്റെ പിടിയിലായത്. പാളയം പള്ളിയിൽ തിരുനാളിന് തുടക്കം. പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ തിരുനാളിന് തുടക്കമായി. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:30 വികാരി മോൺ E. വിൽഫ്രഡ് തിരുനാൾ കൊടിയേറ്റി. 19 വരെയാണ് തിരുനാൾ നടക്കുന്നത്. ഇനി പ്രമേഹ മരുന്ന് 6-1 വിലയിൽ. പ്രമേഹ ചികിത്സയ്ക്ക് വ്യാപകമായി ഉപയോഗിക്കുന്ന എംപാഗ്ലിഫ്ലോസിൻ മരുന്നിന്റെ വില കുറഞ്ഞേക്കും. ഇപ്പോൾ ഒരു ഗുളികയ്ക്ക് 60 രൂപ വിലയുള്ള എംപാഗ്ലിഫ്ലോസിൻ ജനറിക് പതിപ്പ് 9 മുതൽ 14 രൂപ വരെ വിലയ്ക്ക് ലഭിച്ചേക്കും. എംപാഗ്ലിഫ്ലോസിനു മേൽ ജർമ്മൻ ഫാർമ കമ്പനിക്കുള്ള പേറ്റന്റ് ഇന്ന് തീരുന്നതോടെയാണ് ഇന്ത്യൻ കമ്പനികൾക്ക് ഉൽപാദനം സാധ്യമാകുന്നത്. ജാതിയുടെ പേരിൽ ജോലി നിഷേധിച്ചത് അപമാനകരമെന്ന് മന്ത്രി വാസവൻ. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഈഴവ വിഭാഗത്തിൽ നിന്നുള്ളയാൾക്ക് കഴകക്കാരനായി നൽകിയ നിയമനം ജാതിയുടെ പേരിൽ നിഷേധിച്ചത് സാംസ്കാരിക കേരളത്തിന് അപമാനമാണെന്ന് മന്ത്രി VN വാസവൻ നിയമസഭയിൽ പറഞ്ഞു. ബാലു എന്ന ആളെ ചട്ടങ്ങൾ പാലിച്ചാണ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിയമിച്ചത്. അദ്ദേഹം അവിടെ ജോലി ചെയ്തേ മതിയാകൂ എന്നാണ് സർക്കാരിന്റെ നിലപാട്. ജോലി നിഷേധിച്ചത് കാലഘട്ടത്തിന് യോജിച്ച സമീപനമല്ലെന്നും അങ്ങേയറ്റം അപലപനീയമാണെന്നും മന്ത്രി പറഞ്ഞു. ഓട്ടോറിക്ഷകളിൽ സ്റ്റിക്കർ നിർബന്ധമാക്കില്ല. ഓട്ടോറിക്ഷകളിൽ മീറ്റർ ഇട്ടില്ലെങ്കിൽ യാത്ര സൗജന്യമെന്ന സ്റ്റിക്കർ നിർബന്ധമാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങി സർക്കാർ. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ നേതാക്കളും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറും നടത്തിയ ചർച്ചയിലാണ് സ്റ്റിക്കർ നിർബന്ധമാക്കില്ലെന്ന് തീരുമാനിച്ചത്. മീറ്റർ ഇടാതെ ഓടിയാൽ യാത്രാ സൗജന്യം എന്ന സ്റ്റിക്കർ പതിക്കാനുള്ള ഉത്തരവ് സർക്കാർ പിൻവലിക്കും.
സ്റ്റിക്കർ പതിക്കുന്നതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടെന്ന് സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയൻ നേതാക്കൾ മന്ത്രിയെ അറിയിച്ചു. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകണമെങ്കിൽ സ്റ്റിക്കർ നിർബന്ധമാക്കാനായിരുന്നു വാഹന വകുപ്പിന്റെ തീരുമാനം. പരക്കെ ആശങ്ക പരത്തി പകരച്ചുങ്കം. വ്യാപാര യുദ്ധത്തിന്റെ ഭാഗമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് കനത്ത തോതിൽ പകരച്ചുങ്കം ഏർപ്പെടുത്തിയതിൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് നേരിടേണ്ടി വരുന്ന ആഘാതം വാർഷികാടിസ്ഥാനത്തിൽ 75,000 കോടി രൂപയുടേതായിരിക്കുമെന്ന് വിവിധ ഏജൻസികളുടെ പഠനങ്ങളിൽ നിന്ന് അനുമാനിക്കുന്നു. സമുദ്ര വിഭവങ്ങൾ, തുണിത്തരങ്ങൾ, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ തുടങ്ങി കേരളത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്കും ട്രംപിന്റെ നയം കനത്ത ആഘാതമാകും. സമാന ചുങ്കം എന്ന അമേരിക്കയുടെ ആവശ്യത്തിന് വഴങ്ങാൻ ഇന്ത്യ തയ്യാറാകുന്നില്ലെങ്കിൽ പകരച്ചുങ്കത്തിന്റെ കാര്യത്തിൽ ഏപ്രിൽ 2 ഡെഡ് ലൈൻ ആയിരിക്കുമെന്നും ഒരു ദാക്ഷിണ്യവും പ്രതീക്ഷിക്കേണ്ടതില്ലെന്നുമുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ട്രംപ്. അതിനാൽ തന്നെ എന്തു ചെയ്യാനാകും എന്നത് സംബന്ധിച്ച തിരക്കിട്ട ആലോചനകളിലാണ് കേന്ദ്ര സർക്കാർ. മലയൻകീഴ് ക്ഷേത്രോത്സവത്തിന് തുടക്കം. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് ഉത്സവത്തിന് 18-ന് കൊടിയേറും. 25-ന് ആറാട്ട്. വളരെ വിപുലമായ രീതിയിലാണ് ഈ വർഷത്തെ ഉത്സവം നടക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. മൃഗശാലയിൽ പേവിഷബാധ സ്ഥിരീകരിച്ചു. മൃഗശാലയിൽ കഴിഞ്ഞ ദിവസം ചത്ത മ്ലാവ് വർഗത്തിൽപ്പെടുന്ന മാനിന് പേവിഷബാധ സ്ഥിരീകരിച്ചു. പേവിഷബാധയുടെ ഉറവിടം കണ്ടെത്താനായില്ല. കീരികൾ, മരപ്പട്ടികൾ തുടങ്ങിയ മൃഗങ്ങൾ വഴിയാകാമെന്നാണ് കരുതുന്നത്. കൂടുതൽ മൃഗങ്ങൾക്ക് പേവിഷബാധയുണ്ടോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. ഡയറക്ടർ PS മഞ്ജുള ദേവി അടിയന്തര യോഗം വിളിച്ചു. ഇന്നലെ മൃഗശാലയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് പേവിഷബാധ കണ്ടെത്തിയത്. മ്ലാവിനോട് അടുത്ത് ഇടപഴകിയ മുഴുവൻ ജീവനക്കാർക്കും പോസ്റ്റ് എക്സ്പോഷർ ആന്റി റാബീസ് വാക്സിൻ എടുക്കാൻ തീരുമാനിച്ചു. പ്രായം മറച്ച് പലരും CPM നേതൃത്വത്തിൽ തുടരുന്നുവെന്ന് G സുധാകരൻ. CPMന്റെ പ്രായപരിധി മാനദണ്ഡത്തിൽ ചിലർക്ക് പ്രത്യേക ഇളവ് നൽകിയതിൽ വിമർശനവുമായി മുൻ മന്ത്രി G സുധാകരൻ. പ്രായം മറച്ച് പലരും CPM നേതൃത്വത്തിൽ തുടരുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. 75 വയസ്സാകുമ്പോൾ ഒഴിയണമെന്നാണ് മാനദണ്ഡം. 75 വയസ്സ് ഏത് ദിവസമാകുന്നോ അന്നൊഴിയണം. 2-3 മാസം കഴിഞ്ഞാൽ 75 വയസ്സാകുന്നവരുണ്ടല്ലോ. പ്രായപരിധി കഴിഞ്ഞാലും അവർക്ക് 3 വർഷം കൂടി തുടരാം. താൻ 75 വയസ്സാകുന്നതിന് മുൻപേ സ്വയം ഒഴിഞ്ഞുകൊടുത്ത ആളാണെന്നും സുധാകരൻ പറഞ്ഞു. IIMC-യിൽ PG ഡിപ്ലോമ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷന്റെ കോട്ടയം ശാഖ നടത്തുന്ന 1 വർഷത്തെ മലയാളം ജേർണലിസം PG ഡിപ്ലോമ പ്രവേശനത്തിന് ഏപ്രിൽ 16 വരെ അപേക്ഷ സ്വീകരിക്കും. വെബ്സൈറ്റ് www.iimc.gov.in. ആറ്റുകാലിൽ മോഷണം, പ്രതിപിടിയിൽ. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിനുള്ളിലെ ദർശന തിരക്കിനിടയിൽ കുഞ്ഞിന്റെ സ്വർണ്ണക്കൊലുസ് കവർന്ന മോഷ്ടാവ് പിടിയിൽ. നിരീക്ഷണ ക്യാമറയിൽ കുടുങ്ങിയ പത്തനംതിട്ട സ്വദേശി സുരേഷ് ബാബുവിനെയാണ് ഫോർട്ട് SHO ശിവകുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച വൈകിട്ട് 6-നായിരുന്നു സംഭവം. കായിക ലോകം. ഏവരും ആഗ്രഹിച്ചതുപോലെ സച്ചിന്റെ തിരിച്ചുവരവ്. വിരമിച്ച താരങ്ങൾ മത്സരിക്കുന്ന ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗ് 2020-ലാണ് സച്ചിന്റെ പുനരവതാരം. 90കളുടെ ഗ്രഹാതുരത്വം ഉണർത്തുന്ന ത്രോബാക്കാണ് ഇംഗ്ലണ്ടിനും ഓസ്ട്രേലിയക്കുമെതിരെ മാസ്റ്റേഴ്സ് ലീഗിൽ കണ്ടത്. ലീഗ് റൗണ്ടിലെ ടോപ്പർമാരായി സെമിയിലെത്തിയ ഇന്ത്യൻ ടീമിനായി ക്യാപ്റ്റൻ സച്ചിൻ ക്രീസിലിറങ്ങുന്നത് സമയമാപിനികളെയും പിന്നോട്ട് തിരിച്ചുവെച്ചതുപോലെയാണ്. സച്ചിന്റെ നായകത്വത്തിൽ ഇന്ത്യ സെമിയിലെത്തി കഴിഞ്ഞു. 13-14 തീയതികളിൽ റായ്പൂരിൽ സെമി ഫൈനലുകളും 16-ന് ഫൈനലും നടക്കും. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. രാവിലെ എഴുന്നേറ്റാൽ ദിവസം തുടങ്ങുന്നത് തന്നെ പല്ല് തേച്ചുകൊണ്ടാണ്. പേസ്റ്റ് എടുത്ത് പല്ല് തേക്കുന്നു, വെള്ളം കൊണ്ട് വായ കുലുക്കി ഒഴിയുന്നു, തുപ്പിക്കളയുന്നു. അവസാനം വായ ഒരിക്കൽ കൂടി കഴുകിയിട്ടേ പലരും ചായ പോലും കുടിക്കുകയുള്ളൂ. എന്നാൽ ഇക്കണ്ട കാലം മുഴുവൻ തെറ്റായ രീതിയിലാണ് പല്ല് തേച്ചിടുന്നതെന്നും ഇങ്ങനെയൊന്നും അല്ല പല്ല് തേക്കേണ്ടതെന്നുമാണ് വിദഗ്ധർ പറയുന്നത്.
പല്ല് തേച്ച ഉടനെ വായ കഴുകുന്നതിലൂടെ ടൂത്ത് പേസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലൂറൈഡിന് പ്രവർത്തിക്കാൻ സമയം ലഭിക്കുന്നില്ല എന്നതാണ് കാരണം. പല്ലിന്റെ ഇനാമലിനെ ശക്തിപ്പെടുത്തുന്ന ജോലിയാണ് ഇത്തരം ഫ്ലൂറൈഡുകളുടേത്. അതിനാൽ പല്ല് തേച്ച ഉടനെ വായ കഴുകുന്നത് അത്ര നല്ലതല്ല. പ്രത്യേകിച്ചും വെള്ളവും മൗത്ത് വാഷും ഉപയോഗിച്ച് വായ കഴുകുന്നത് ഒഴിവാക്കണം. വായ കഴുകുമ്പോൾ പേസ്റ്റിനൊപ്പം വായിലെത്തിയ ഫ്ലൂറൈഡും നഷ്ടമാകുന്നു. ഫ്ലൂറൈഡ് കൂടുതൽ സമയം വായിൽ നിൽക്കുമ്പോൾ മാത്രമാണ് ഇതിന്റെ ഗുണം ലഭിക്കുകയുള്ളൂ. അധിക ടൂത്ത് പേസ്റ്റ് തുപ്പാനും വെള്ളം കുടിക്കുന്നതിനും ചുരുങ്ങിയത് 20 മുതൽ 30 മിനിറ്റ് കാത്തിരിക്കാനും ദന്ത ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു. പല്ല് തേച്ചാൽ ഉടനെ വായ കഴുകണമെന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ ഫ്ലൂറൈഡ് മൗത്ത് റിൻസ് ഉപയോഗിക്കാവുന്നതാണ്. തേർഡ് വിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.